എന്താ ചൂടില്ലേ? നമുക്ക് ഈ ചൂടിനെ തണുപ്പിക്കാൻ 2 ഐറ്റംസ് ഉണ്ടാക്കിയാലോ? അതും ക്യാരറ്റ് വെച്ചിട്ട്. എന്നാ ബാ തുടങ്ങാം. നോമ്പും കഴിഞ്ഞു, പെരുന്നാളും കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടുള്ള ടൈം ആയിരിക്കും. നോമ്പിന്റെ സമയത്തൊക്കെ ഉള്ള ഒരു എക്സാം പൊന്നു ഓർമ്മിപ്പിക്കല്ലേ. പറഞ്ഞു വന്നത് ക്യാരറ്റ് കൊണ്ടുള്ള 2 ഐറ്റംസ്. അതായത് കുട്ടികളെ രണ്ടുണ്ടാക്കാൻ വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞുതരാം, അതേപോലെ ചെയ്താൽ ഫസ്റ്റ് കുറച്ച് ക്യാരറ്റ് എടുക്കുക. അതിന്റെ തൊലിയൊക്കെ കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ നല്ല വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ എടുക്കുക. വലുതന്നെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും വലുതാക്കി കൂടി. എന്നിട്ട് ഒരു കുക്കർ ഇട്ടിട്ട് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നേരെ അടുപ്പത്തേക്കാണ് വെക്കുക. കേട്ടില്ലേ? ഇതേപോലെ 2 വട്ടം തൊള്ളിയിട്ടോട്ടെ മൂപ്പേ. അപ്പം മനസ്സിലാക്കുക ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഒരു മിക്സ് എടുക്കുക, അതിക്ക് ക്യാരറ്റുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്രഷ് ക്രീം, പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ കുറച്ച് പശുവിൻ പാലും ഒഴിച്ചു കൊടുക്കുക. ശേഷം മിക്സി അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അടിക്കുക. ഇരുന്നു ശരിയിരിക്കുന്നു. പിന്നെ അത് അതേപോലെ നല്ലോണം അടിച്ചെടുക്കുക. നല്ലോണം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സി ഓഫ് ആക്കുക. ഐസ് ഞാനൊന്നും ആവശ്യമില്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വയ്ക്കാം. പിന്നീട് ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്യാരറ്റ് ജ്യൂസ് ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിന്റെ എക്സാക്ട് ടേസ്റ്റ് അറിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല തണുപ്പ് വേണം. തണുപ്പില്ലെങ്കിലും കുടിക്കാൻ ടേസ്റ്റ് ആണ്. പിന്നെ ഡയറ്റ്, ഷുഗർ കട്ട് ഈ വക കാര്യങ്ങളൊന്നും നോക്കണവര് ഇത് ഉണ്ടാക്കാനും കുടിക്കാനും നിൽക്കണ്ട. ആദ്യം തന്നെ എടുത്തു പറഞ്ഞത് ഇത് അത്രക്ക് ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ്. അങ്ങനെ ആദ്യത്തെ സാധനം സെറ്റായി. അടുത്ത ഉണ്ടാക്കാനായിട്ട് കുക്കർക്ക് തന്നെ ക്യാരറ്റുകൾ ഇട്ട് കൊടുക്കുക. ഒരു ക്യാരറ്റിൻ കഷ്ണമല്ല പോയത്. പിന്നെ അതിക്ക് കുറച്ച് നെയ്യിടാം. ഞാനെടുത്ത കുപ്പി കുറച്ച് ചെറുതും സ്പൂൺ കുറച്ച് വലുതും ആയതുകൊണ്ട് ഞാൻ വേറൊരു സ്പൂണിന്റെ ബാക്ക് വെച്ചിട്ടാണ് നെയ്യിട്ടത്. നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോസസ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ അതിക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നേരത്തെ പോലെ 2 വിസിലണ്ട് അടുപ്പിക്കുക. എന്നിട്ട് തുറന്നിട്ട് നല്ലോണം കുത്തി അടച്ചങ്ങോട്ട് എടുക്കുക. അതിക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എത്രത്തോളം മധുരം കൂടണോ അത്രത്തോളം ടേസ്റ്റ് കൂടും. പഞ്ചസാര അല്ലേ, പിന്നെ മധുരം കൂടുമ്പോൾ ടേസ്റ്റ് കൂടാതെ ഇരിക്കുവോ. പിന്നെ വേറൊരു പാൻ എടുത്തിട്ട് അതിക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കിസ്മിസും ക്യാഷ്യൂസും ഇട്ട് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഞാൻ നേരത്തെ കുത്തി അടച്ച് വെച്ച സാധനം ഉണ്ടല്ലോ, അതിക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കുക. പാൽപ്പൊടി ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല, അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിപ്പോ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ ആരുമില്ല, അതിനോട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. All the dreams like tingle stars, the tingle stars like glowing gems. സത്യം പറയാനോ നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തള്ളിയിട്ട് മറിക്കുകയാണ് വിചാരിക്കരുത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ട്രൈ ചെയ്ത് നോക്കി, അപ്പോഴല്ലേ മനസ്സിലാവുള്ളൂ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ.